ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജുവിന്റെ റൂമിലേക്ക് എത്തിയ ലച്ചു അവിടെ സ്വാതിയുടെ കമ്മൽ കണ്ട് അത് ആരുടേതെന്ന് അന്വേഷിക്കുന്നു. അത് തന്റെ കമ്മലാണല്ലോ എന്ന് ഓർത്ത് വാഷ്റൂമിൽ നിൽക്കുന്ന സ്വാതി ഞെട്ടി. അപ്പോഴേക്കും ഇത് ചേച്ചിയുടെ കമ്മലല്ലേ എന്ന് ലച്ചു അന്വേഷിച്ചത് കേട്ട് സഞ്ജു പറഞ്ഞു, എനിക്കറിയില്ല, ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സഞ്ജു ദേഷ്യപ്പെടുമ്പോ ഉടനെ ലച്ചു പറഞ്ഞു, എന്നാ ഈ ജ്യൂസ് എങ്കിലും ഒന്ന് സഞ്ജുട്ടൻ കുടിച്ചേ, ഞാൻ എന്നിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. സഞ്ജു അവിടെ നിന്ന് ലച്ചുവിനോട് പോകാൻ പറയുന്നു. എനിക്ക് കിടന്നുറങ്ങണം, ഒന്ന് പോകാവോ എന്ന് ചോദിച്ചതും ലച്ചു സഞ്ജുവിന്റെ കൈ നിർബന്ധപൂർവ്വം ഇത് കുടിച്ചാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. സഞ്ജു ആ ജ്യൂസ് ഒരൽപ്പം കുടിച്ചിട്ട് അത് ലച്ചുവിന്റെ കയ്യിൽ കൊടുത്തയക്കാൻ നോക്കുമ്പോൾ സഞ്ജുവിനെ വീണ്ടും ലച്ചു നിർബന്ധിക്കുന്നു. ഇത് മുഴുവൻ കുടിക്കുക സഞ്ജുവേട്ടാ എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ ലച്ചു അത് മൊത്തം കുടിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിന്നു. ഇനി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഗ്ലാസ് ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തിടും. ലച്ചു പറഞ്ഞു, ഇത് ഞാൻ കഴുകിയിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് അതാ വാഷ്റൂമിൽ കയറി കഴുകാനായി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ സഞ്ജു ലച്ചുവിനെ പിടിച്ചു നിർത്തുന്നു. സ്വാതി വാഷ്റൂമിലായതുകൊണ്ട് ലച്ചു അതിൽ കയറിയാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് ആശങ്കപ്പെട്ട സഞ്ജു ഉടനെ ലച്ചുവിനോട് പറഞ്ഞു, അല്ല, ഈ ഗ്ലാസ് മാത്രം എന്തിനാക്കുന്നത്, അവിടെയുള്ള എല്ലാം ഇങ്ങ് എടുത്തുകൊണ്ട് വരൂ, അവിടെ ഇരിക്കുന്ന ആ നിന്റെ കയ്യിലുള്ള ബാക്കി പാത്രങ്ങൾ കൂടി, ആ കിച്ചണിലുള്ള എല്ലാ പാത്രങ്ങളും കൂടി ഇങ്ങ് എടുത്തോണ്ട് വാ, എന്നിട്ട് എന്റെ വാഷ്റൂമിൽ കൊണ്ടുവന്ന് കഴിയിക്കോ, അപ്പൊ സമാധാനമാവുമല്ലോ എന്ന് ചോദിച്ചിട്ടും ലച്ചു പറഞ്ഞു, വേണ്ട, ഞാനേ ഈ ഗ്ലാസ് കൊണ്ടുപോയിക്കോളാം, എന്താ പോരെ, ഇനി കിടന്നോ എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ലച്ചു പുറത്തേക്ക് ഇറങ്ങി. ലച്ചു പോയതും സഞ്ജു വേഗം ചെന്ന് വാതിലടച്ചു. ലച്ചു പോകാനായി കാത്തു നിന്ന സഞ്ജു അങ്ങനെ സമാധാനമായെന്ന് ആശ്വസിക്കുന്നു. സ്വാതിയും സഞ്ജുവും ലച്ചുവിന്റെ ഈ പ്രവൃത്തിയിൽ കാരണം ആകെ പ്രശ്നത്തിലാവുന്നു. പിറ്റേന്ന് രാവിലെ ലച്ചുവിനെ കാണുവാനായി മംഗലശ്ശേരിയിലേക്ക് ദക്ഷ എത്തിച്ചേരുന്നു. ദക്ഷ വന്നിറങ്ങിയതും വാതിക്കലേക്ക് ആരോ വന്നുവെന്ന് മനസ്സിലാക്കി ലച്ചു എത്തുന്നു. ലച്ചു വന്ന് നോക്കുമ്പോൾ അകത്തേക്ക് കയറി വരുന്ന ദക്ഷയെ കണ്ടതും ലച്ചു വളരെ സന്തോഷത്തോടെ അരികിലേക്ക് വന്നു. നിങ്ങളായിരുന്നോ, നിങ്ങൾ അന്ന് എൻ്റെ മുത്തശ്ശിയുടെ കൂടെ കണ്ട ആളല്ലേ, മുത്തശ്ശിയുടെ ഒപ്പമുണ്ടായിരുന്നതല്ലേ, പേര് എനിക്ക് ഓർമ്മയില്ല, എന്താ പേര് എന്ന് ലച്ചു അന്വേഷിച്ചു. എൻ്റെ പേര് ദക്ഷ, എന്നെ ദക്ഷാമ്മയെന്ന് വിളിച്ചാൽ മതി ലച്ചു. ലച്ചുവിനെ കുറിച്ച് അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ലച്ചുവിന്റെ കാര്യങ്ങൾ എപ്പോഴും അമ്മ എന്നോട് സംസാരിക്കാറുണ്ട്, അമ്മ വളരെ സന്തോഷത്തിലാണ് ലച്ചുവിനെ കുറിച്ച് പറയാറുള്ളത് എന്ന് ദക്ഷ അറിയിച്ചു. എല്ലാം കേട്ടതും ലച്ചു ചോദിച്ചു, അല്ല, എങ്ങനെ ഈ വീട് അറിയാം, എങ്ങനെയാ ദക്ഷാമ്മയ്ക്ക് ഇവരുമായി പരിചയം, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചതും ദക്ഷ പറഞ്ഞു, ബന്ധത്തെക്കുറിച്ചൊക്കെ വഴിയെ മനസ്സിലാക്കിക്കോളും, ഇപ്പം തൽക്കാലം ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, എന്തായാലും ഇവിടേക്ക് ദക്ഷാമ്മ വന്ന് വലിയ സന്തോഷമായി, മുത്തശ്ശി ഞാൻ തിരക്കെന്ന് പറയണേ എന്ന് പറഞ്ഞതും ദക്ഷ പറഞ്ഞു, അതെ മോളെ, നീ പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്, ഈ വീട്ടിലെ പല സംഭവങ്ങളും മോൾക്കറിയില്ല. ഇപ്പോ ഇവിടെ സഞ്ജുവിന്റെ മുറപ്പെണ്ണ് ഈ വീട്ടിൽ എന്തിനാ താമസിക്കുന്നതെന്ന് മോൾക്കറിയാവോ എന്ന് ചോദിച്ചതും ഉടനെ ലച്ചു ചോദിച്ചു, ശ്രീകുട്ടി ചേച്ചിയല്ലേ, ശ്രീകുട്ടി ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങ് ഗൾഫിലാണെന്നാ പറഞ്ഞത്, അതുകൊണ്ടാ ചേച്ചി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ലക്ഷ ചോദിച്ചു, അല്ല, അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ടും അവളുടെ അച്ഛനും അമ്മയും അവിടെ താമസിക്കുമ്പോൾ ഹസ്ബൻഡ് വെളിയിലായ സ്വാതി എന്തിന് ഈ വീട്ടിൽ കഴിയണം, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ലച്ചു അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മോളെ, നീ ഒരു മണ്ടിയായി പോകരുത്, അതാണ് ഞാനിപ്പോ നിന്നോട് ഇക്കാര്യം പറയാൻ കാരണം. അതും പ്രത്യേകിച്ച് എൻ്റെ അമ്മ നിന്നെ ഉപദേശിക്കാനായി എന്നോട് പറഞ്ഞയച്ച കാര്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായി, ഒരു മണ്ടിയായി മോള് മാറരുത്, അതിനുവേണ്ടിയാണ്. പിന്നെ ശ്രീകുട്ടി ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം, സ്വാതിയുടെ ഇവിടെ നിൽപ്പിന്റെ കാരണം എന്താണെന്ന് മോളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, ശ്രീകുട്ടി ചേച്ചി എനിക്ക് വലിയ സഹായമാണ്, എനിക്കൊരു കൂട്ടാണ് എന്നല്ല ലച്ചു അറിയിച്ചു. എല്ലാം കേട്ടതും ദക്ഷ പറഞ്ഞു, എന്തായാലും ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സ്വാതി എന്തിന് ഇവിടെ കഴിയണം എന്നതിനെ കുറിച്ച് മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയും മോള് എല്ലാവരുടെയും മുന്നിൽ ഒരു മഹാമണ്ടിയായി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും ലച്ചു പെട്ടെന്ന് കഴിഞ്ഞ രാത്രി സഞ്ജുവിന്റെ റൂമിൽ നിന്ന് സ്വാതിയുടെ കമ്മലുകൾ തനിക്ക് കിട്ടിയതിനെ കുറിച്ച് ഓർമ്മിച്ചു. അതങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ ലച്ചു അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താനായി പലരും ശ്രമിക്കും, അതിനൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് മോളെ എന്ന് പറഞ്ഞ് രക്ഷ, എന്നാ ഞാൻ അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞ് രക്ഷ അകത്തേക്ക് കയറി പോകുമ്പോൾ ലക്ഷ്യവും പിന്നാലെ എത്തി. അവിടെ വന്ന് സെറ്റിയിലിരിക്കുന്ന രക്ഷയെ അവിടേക്ക് വരുന്ന ഗംഗാധര പണിക്കർ കാണാനിടയായി. ഗംഗാധര പണിക്കർ അരികിലേക്ക് എത്തി ചോദിച്ചു, എല്ലാ കാര്യങ്ങളും അവസാനിച്ചില്ലേ, വീണ്ടും നീ എന്തിനാ ഈ പടി കയറിയത് എന്ന് ചോദിച്ചിട്ടും രക്ഷ പറഞ്ഞു, അതെ, എല്ലാം അവസാനിച്ചിട്ടില്ലല്ലോ, ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് രക്ഷ പറയുമ്പോൾ ഉടനെ ലച്ചു ഇതൊന്നും മനസ്സിലാകാതെ അങ്ങനെ വന്നു. അപ്പോഴേക്കും കവിത അവിടേക്ക് എത്തി. കവിത പറഞ്ഞു, അതെ, ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് രക്ഷ വന്നിരിക്കുന്നത് എന്ന് കവിത അറിയിച്ചു. എന്താ കാര്യം എന്നറിയാനായി എല്ലാവരും അങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുമ്പോൾ രക്ഷ പറഞ്ഞു, അതെ, ഞാനിപ്പോ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്, ഞങ്ങൾ 25% ഷെയർ
മംഗലശ്ശേരി ഗ്രൂപ്പിനെ വാങ്ങിയത് നിങ്ങളുടെ മാർക്കറ്റിലുള്ള ഈ കമ്പനിക്കുള്ള വാല്യൂ അറിഞ്ഞിട്ടാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോൾ നിങ്ങളുടെ ഷെയറിന്റെ വില ആകെ ഇടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അവിടെ ലച്ചു നിൽക്കുന്നത് കണ്ട് കവിത പറഞ്ഞു, അതെ, നീ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ കിച്ചണിൽ പോയി ഒരു ചായ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് കവിത ദേഷ്യപ്പെടുമ്പോൾ ദക്ഷ ചോദിച്ചു, എന്താ കവിത, ഇവിടുത്തെ ഒരു സെർവന്റിനെ പോലെ നീ ഇവളോട് ബിഹേവ് ചെയ്യുന്നത്? ഇവള് നിന്റെ അനന്തരവൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയല്ലേ? ലച്ചു ഈ വീട്ടിലെ മരുമകളല്ലേ? അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ ലച്ചുവിനെ കുറിച്ചുള്ള ദക്ഷയുടെ ചോദ്യം കേട്ട് മറുപടി ഒന്നും പറയാനാകാതെ അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ കവിത ആ ചോദ്യം കേട്ട് ആസ്വദിച്ച പോലെ പുഞ്ചിരിക്കുന്നു. ദക്ഷ അങ്ങനെ ലച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് സഞ്ജുവും സ്വാധീനം എത്തി. ഇരുവരും വന്നതോടെ സഞ്ജുവിനെ കണ്ട് ദക്ഷ പറഞ്ഞു, അതെ, എന്നെ വർമ്മ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് എന്നോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ 25 ഷെയർ കൂടി ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ 50-50 ആയി നിങ്ങളുടെ കമ്പനിയുടെ പകുതി ഷെയറും ഞങ്ങൾക്ക് അധീനതയിലാക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈവശത്താക്കാൻ. എന്താ, അതിന് നിങ്ങൾക്ക് സമ്മതമാണോ? അതല്ല എങ്കിൽ ഇപ്പോഴുള്ള ഞങ്ങളുടെ 25 ഷെയർ അത് ഞങ്ങൾ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ തിരികെ വാങ്ങിക്കാൻ തയ്യാറാകണം. ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റുന്നത് എന്ന് ചോദിച്ചതും സഞ്ജു പറഞ്ഞു, അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ മുഴുവൻ വാങ്ങിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഞങ്ങളുടെ മംഗലശ്ശേരി ഗ്രൂപ്പ് അത്രയ്ക്കങ്ങ് അതപ്പതിച്ച് പോയിട്ടില്ല. അത് മാത്രമല്ല, ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലിനെ കുറിച്ച് അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇന്ന് കയറിയാൽ ചിലപ്പോൾ നാളെ ഇടിയും. എന്നും ഒരേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനവുമില്ല എന്ന് സഞ്ജു അറിയിച്ചു. അപ്പോഴേക്കും കവിത പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി തരണം ദക്ഷ. 25% ഉള്ള ആ ഷെയർ ഞങ്ങൾ തന്നെ തിരികെ വാങ്ങിച്ചോളാം എന്ന് ദക്ഷയോട് കവിത പറയുന്നത് കേട്ട് സഞ്ജു പറഞ്ഞു, കൊള്ളാം, ഇവിടേക്കുള്ള ഈ വരവിന് പിന്നിലുള്ള അപ്പച്ചിയുടെ നീക്കങ്ങളും അപ്പച്ചിയുടെ ഇടപെടലും എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് സഞ്ജു അറിയിച്ചു. പിന്നെ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അത്രയ്ക്കങ്ങ് അധപ്പതിച്ചു പോവുകയോ തകർന്നു പോവുകയോ ചെയ്തിട്ടില്ല. ഇത് ഇത്രത്തോളം എത്തിച്ചുകൊണ്ട് വരുന്നത് പോലെ തന്നെ ഇതെങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും അറിയാം. അതുകൊണ്ട് അതോർത്ത് ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഷെയറിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. ഇനി അതിനെ ചൊല്ലി ഒരു സംസാരം ആരുടെയും ഭാഗത്തുനിന്ന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലച്ചു വേഗം സ്വാതിയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഈ പറയുന്നത്? എന്ത് വാങ്ങിച്ച കാര്യം ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, ലച്ചു, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞത്. ഉടനെ ലച്ചു വേഗം ദക്ഷയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ദക്ഷാമേ, സഞ്ജുവിന് എന്തോ വാങ്ങിച്ചതിന്റെ കാര്യം പറയുന്നത് മനസ്സിലായി. ദേവിയത് ദക്ഷാമ ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത്. സഞ്ജുവേട്ടന് അല്പ സാവകാശം കൊടുക്കണം, അതിന്റെ പണം തിരികെ തരാനായിട്ട് എന്നല്ല ലച്ചു ആവശ്യപ്പെട്ടു. ഇത് കേട്ടതും ദക്ഷ പറഞ്ഞു, ശരി ലച്ചു, ലച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ അത് സമ്മതിക്കാം. ലച്ചുവിന്റെ വാക്ക് ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സഞ്ജു പറഞ്ഞു, ലച്ചു നീ അകത്ത് പോ, നിനക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, സഞ്ജുവേട്ടാ അങ്ങനെ പറയല്ലേ, എന്നെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് എന്റെ ജാതകദോഷമാണ് എന്ന് എല്ലാവരും പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സഞ്ജുവേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞതും സഞ്ജു വേഗം സ്വാതിയെ നോക്കുന്നു. അതിനുശേഷം ദക്ഷ ലച്ചുവിനോട് പറഞ്ഞു, ലച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇക്കാര്യം മുഖവിലേക്ക് എടുക്കും. ലച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം ഒരു പ്രശ്നത്തിനായി വരുന്നില്ല കേട്ടോ. എന്നാ ഇറങ്ങട്ടെ മോളെ, അമ്മയോട് നിന്റെ അന്വേഷണം പറയാം, ഇടയ്ക്കിങ്ങനെ കാണാം എന്ന് പറഞ്ഞു. ലച്ചു ശരി ദക്ഷാമ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ യാത്ര അയക്കുന്നു. ദക്ഷ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സഞ്ജു ആകെ നിരാശയിലായി. സഞ്ജു വേഗം കവിതയോടും മറ്റുമായി പറഞ്ഞു, അതെ, ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി ശരിക്കും മുതലെടുക്കാനാണ് പലരും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞത്. സഞ്ജു പറഞ്ഞു, അതെ, ഒരു വിവാഹം കഴിച്ചു എന്ന് വെച്ച് കമ്പനി തകരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇവിടെ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നു. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും മനസ്സിലാവുന്നില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞ് കവിത അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും മുത്തച്ഛനരികിലേക്ക് എത്തി സഞ്ജു പറഞ്ഞു, മുത്തച്ഛനതൊന്നും കേട്ട് പേടിക്കണ്ട. എങ്ങനെ നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് അത് പ്രോഫിറ്റബിൾ ആകുന്നതെന്ന് എനിക്കറിയാം. അതൊന്നും ഓർത്ത് മുത്തച്ഛൻ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സഞ്ജു സ്വാതിയോട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്നു. സ്വാതി ആ അവസ്ഥയിൽ എന്താ സഞ്ജുവിന് ഇപ്പോ സംഭവിച്ചതെന്നും സഞ്ജു എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടുമെന്നതിനെ കുറിച്ച് സഞ്ജു ആലോചിച്ചു. അതിനുശേഷം റൂമിലേക്ക് എത്തിയ സ്വാതി സഞ്ജുവിനെ ഫോണിൽ സംസാരിക്കുന്നു. സഞ്ജു തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറരുത്. സഞ്ജു, നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ അത് മറ്റു പല കമ്പനിക്കാർക്കും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമായി മാറും. അതുകൊണ്ട് തന്നെ സഞ്ജു, നമ്മൾ തന്നെ തകർത്ത് കളയരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും മറ്റൊരാൾ വന്ന്
അക്കാര്യത്തിൽ കൈ കടത്തുന്നത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്, കേട്ടല്ലോ. അതുകൊണ്ട് സഞ്ജു ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് സ്വാതി ഫോൺ വെക്കുമ്പോൾ ഇതെല്ലാം മറിഞ്ഞു നിന്ന് ലച്ചു കേട്ടുകൊണ്ടിരുന്നു. ഫോൺ കട്ടായതോടെ ലച്ചു വാതിക്കലേക്ക് എത്തി ചേച്ചി എന്ന് വിളിച്ചു. അത് കേട്ടതും ലച്ചു തന്നെ നോക്കി വരുന്നത് കണ്ട് സ്വാതി എന്തായിരിക്കും കാര്യമെന്ന് ആശങ്കയോടെ ആലോചിച്ചു. ലച്ചുവിന്റെ നോട്ടം കണ്ടതും സ്വാതിക്ക് ആകെ സംശയം തോന്നി. ലച്ചു അപ്പോഴേക്കും സ്വാതിയെ നോക്കി ആകെ കലിയോടെ നിന്നു. സ്വാതിയുടെ ആ മുഖത്തോട്ടുള്ള ലച്ചുവിന്റെ നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് സ്വാതിക്ക് മനസ്സിലായതോടെ ലച്ചുവിന്റെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ലച്ചു ആ റൂമിലേക്ക് വരുമ്പോൾ സഞ്ജുവിനെ സ്വാതി ഉപദേശിച്ചായിരുന്നു. ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും മറ്റൊരാളും ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ള സ്വാതിയുടെ വാക്കുകൾ. അപ്പോഴേക്കും ലച്ചുവിനോട് സ്വാതി ചോദിച്ചു, എന്താ എന്താ ലച്ചു ലച്ചു എന്തെങ്കിലും നോക്കുന്നത്? അപ്പോഴേക്കും ലച്ചു തൻ്റെ കയ്യിലിരുന്ന ആ കമ്മലെടുത്ത് സ്വാതിയെ കാണിക്കുന്നു. ആ കമ്മലെടുത്ത് നോക്കി കണ്ട ഉടനെ സ്വാതി ആകെ ഞെട്ടി. ഈ ഇയറിങ്സ് ആരുടെന്നറിയോ എന്നുള്ള രീതിയിൽ ലച്ചു അത് സ്വാതിക്ക് നേരെ നീട്ടി. സ്വാതി അത് കണ്ടതും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും സ്വാതി ഒന്നും പറയാനാകാതെ അങ്ങനെ ഭയം നിൽക്കുന്ന കണ്ട് ലച്ചു പറഞ്ഞു, ഇത് ആരുടേതാണെന്നറിയാവോ എന്ന് ചോദിച്ചതും സ്വാതി പറഞ്ഞു, അത് എൻ്റേതാണല്ലോ. ലച്ചു അത് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, അത് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചേച്ചി വെച്ചെടുത്തോന്ന് തന്നെ എനിക്കത് കിട്ടിയത് എന്ന് പറഞ്ഞതും ഉടനെ സ്വാതി പറഞ്ഞു, ലച്ചു എന്നെ കളിപ്പിക്കുകയാണോ? ലച്ചു സത്യം പറ, ഇത് എവിടുന്നാ ലച്ചു നിനക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്വാതിയോട് ലച്ചു പറഞ്ഞു, അതെ സഞ്ജുവേട്ടൻ്റെ റൂമിൽ നിന്നാ എനിക്കിത് കിട്ടിയത്. അത് കേട്ടതും സ്വാതി ആകെ ഞെട്ടി. സഞ്ജുവിൻ്റെ റൂമിലോ? അതെങ്ങനെ അവിടെ വന്ന് കാണും? ഇങ്ങനെ അത് അവിടെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ സ്വാതി ഇങ്ങനെ സംശയിക്കുമ്പോൾ ലച്ചു പറഞ്ഞു, അതെ എനിക്കിത് സഞ്ജുവിൻ്റെ റൂമിൽ നിന്നാ കിട്ടിയത്. ഇത് എങ്ങനെ അവിടെ വന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ സഞ്ജുവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് സ്വാതി ചോദിച്ചു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഞാനിതെങ്ങനെയാ ചേച്ചി സഞ്ജുവിനോട് ചോദിക്കുന്നത്? ഞാനൊരു മോശപ്പെട്ട ഭാര്യയാണെന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ട് ഇതെങ്ങനെയാ ചേച്ചി അവിടെ കൊണ്ടുപോയി വെച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതും ലച്ചുവിനോട് സ്വാതി പറഞ്ഞു, ഓ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ സഞ്ജു എന്നോട് ചില ഡൗട്ട്സ് ചോദിക്കാനായി എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ അറിയാതെ അത് ഊരി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞതും ലച്ചു ചോദിച്ചു, അല്ല അതങ്ങനെ അറിയാതെ ഊരി വെക്കാൻ എങ്ങനെയാ? അവിടെ തന്നെ അത് ഊരി വെക്കുക ചേച്ചി എന്ന് ചോദിച്ചതും സ്വാതി പറഞ്ഞു, അല്ല നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചതും സഞ്ജുവിനെ ഞാനും സഞ്ജുവും ഇതിനു മുൻപ് ഇവിടെ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഞാൻ സഞ്ജുവിൻ്റെ റൂമിൽ പോകാറുണ്ട്, സഞ്ജു എൻ്റെ റൂമിലും വരാറുണ്ട്. ഞങ്ങളുടെ റൂമിലെ പല സാധനങ്ങളും ഞങ്ങളുടെ രണ്ടുപേരുടെയും റൂമുകളിലായി പലപ്പോഴും കാണാറുമുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ. നിനക്കെന്താ ഇത്ര പ്രശ്നം? നീ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാ സഞ്ജുവിനെ എന്ന് പറഞ്ഞത് ലച്ചു പറഞ്ഞു, അവർക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മകനെ അമ്മ ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാണ് എന്ന് വെച്ച് വിവാഹം കഴിഞ്ഞ് ഭാര്യയ്ക്ക് മകന്റെ മേൽ ഒരവകാശവുമില്ല എന്നാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും സ്വാതി ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ, അക്കാര്യത്തിൽ ചേച്ചി ഒരു തീരുമാനത്തിലെത്തിയാൽ മതി, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കുമെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞ് ലച്ചു സ്വാതിയുടെ കയ്യിലേക്ക് ആ കമ്മലുകൾ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. ലച്ചു പറഞ്ഞ വാക്കുകൾ സ്വാതിയുടെ മനസ്സിനെ വല്ലാതെ തകർത്തു. മറ്റൊരു പുരുഷന്റെ റൂമിൽ അതിക്രമിച്ച് കടന്നവൾ എന്നുള്ള രീതിയിൽ ഒരു മോശപ്പേര് തനിക്ക് വീണു എന്നുള്ള വിഷമം സ്വാതിയുടെ മനസ്സിലേക്ക് എത്തുന്നു. സ്വാതി ആകെ തകർന്നു പോയി. പിന്നീട് സ്വാതി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നു. സഞ്ജു ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാതി സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. സഞ്ജു കോൾ എടുത്തതും സഞ്ജു തിരക്കിലാണോ എന്ന് സ്വാതി അന്വേഷിച്ചു. ഇല്ല സ്വാതി പറഞ്ഞോ, എന്താ എന്ന് ചോദിച്ചതും സ്വാതി പറഞ്ഞു, സഞ്ജു വന്നതിന് ശേഷം ഞാനത് പറയാമെന്ന് കരുതി, പക്ഷേ എന്തോ ഇപ്പൊ തന്നെ എനിക്കത് പറയണം തോന്നി, അതാ എന്ന് പറഞ്ഞതും സഞ്ജു ചോദിച്ചു, എന്താ കാര്യം? അതെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടതും സഞ്ജു ആശങ്കയിലായി. എന്താ അവിടെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും അവർക്കാർക്കൊരു പ്രശ്നമില്ല, ഞാനൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞതും സഞ്ജു ചോദിച്ചു, എന്താ സ്വാതി നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? നിന്നെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും ലച്ചുവിന്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്ന് ചോദിച്ചതും സ്വാതി ആകെ ഞെട്ടലോടെ ഇരിക്കുന്നു.